യോഗത്തിന്റെ അധ്യക്ഷൻ മെത്രാപ്പോലീത്ത തിരുമേനി, ഉദ്ഘാടകൻ കേരള മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി. ഇവിടെ മുഖ്യ പ്രസംഗകൻ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭ ഡോക്ടർ കെ ജപ്പുരി. മറ്റ് ഉറങ്ങുന്നവരും ഉറങ്ങാൻ കഴിഞ്ഞവരും ഉറങ്ങാൻ ആരംഭിച്ചവരും ആയ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അഭിവാദനം. നിങ്ങളോട് എനിക്കൊരു അപേക്ഷ. നിങ്ങൾ പറയണം, തിരുമേനി അല്ല പിതാവായ ദൈവമേ, ഞങ്ങൾ അദ്ദേഹത്തെ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞു. പണ്ട് അദ്ദേഹമൊന്നും വിശ്വസിക്കില്ല. ഇപ്പോൾ വയസ്സനായപ്പോൾ ചിലപ്പോൾ വിശ്വസിച്ച് പോയെന്ന് വരും. അങ്ങനെ വരാതിരിക്കാൻ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. രണ്ടാമത് എനിക്ക് പറയാനുള്ള കാര്യം, മനുഷ്യർ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ മനുഷ്യർക്ക് വേണ്ടി ദിവ്യനെ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് നൽകണമേ, എനിക്ക് നൽകണമേ എന്നും പ്രാർത്ഥിക്കും. ഇവിടെ ഓരോരുത്തരുടെ പ്രസംഗം കേട്ടപ്പോൾ ഇത്രയും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മനുഷ്യൻ കേരളത്തിൽ ഇല്ലെന്നാണ്. ഇവർ ഇങ്ങനെയൊക്കെ ആയാൽക്കൊണ്ട ഞാനും ആഗ്രഹിക്കുന്നു. എന്നാൽ ചില എനിക്കുള്ള താല്പര്യം യേശു ക്രിസ്തുവിന് ദൈവത്തെ പോലെയാണ്. എന്തെന്ന് വെച്ചാൽ മനുഷ്യനാകണമെങ്കിൽ മനുഷ്യൻ ദൈവവുമായി ബന്ധപ്പെട്ടു. ഇന്ന് ദൈവവുമായി ബന്ധമുണ്ടെന്ന് അവകാശപ്പെടുന്നവർ ദൈവവുമായി ബന്ധപ്പെട്ടാണോ ജീവിക്കുന്നത്? നമ്മളാരും എന്നെ കാണുന്ന ദൈവമാണ് ദൈവമെന്ന് എൻ്റെ അയൽക്കാരൻ വിശ്വസിക്കുകയാണെങ്കിൽ അവൻ്റെ ഭാവി എന്ത് കഷ്ടമാണ്. ഞാനും അവനും കൂടെ സംയോജിക്കുമ്പോൾ ദൈവത്തെ പറ്റി കൂടുതൽ അർത്ഥവത്തായ ഒരു ദർശനം എനിക്കില്ല. എൻ്റെ ആശയങ്ങൾ ഒരു കാലത്തും പൂർണ്ണമാകുകയില്ല. മറ്റുള്ളവരുടെ ആശയങ്ങളോടുകൂടെ എൻ്റെ ആശയം കൂടെ ചേർത്ത് ഞങ്ങൾ ഒരുമിച്ചൊരു പുതിയ ഒരാശയമല്ല, സത്യത്തിൻ്റെ പുതിയ ദർശനത്തിലേക്ക് വരുമ്പോഴാണ് നമ്മളെല്ലാവരും അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇതാണ്, അതായത് ഈ ഹെഗൽ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് തത്വജ്ഞാൻ പറഞ്ഞിട്ടുണ്ട്, every thesis produces an antithesis. In the confrontation of the thesis with the antithesis, there evolves a synthesis. This synthesis in turn becomes a thesis producing an antithesis. This is the way, this is the principle of progress. മറ്റുള്ളവരിൽ നിന്ന് നാം അന്യമാകുമ്പോൾ നാം വളരെ ശുഷ്കരായ ആളുകളായി മറ്റുള്ളവരുമായി ചേരുമ്പോൾ നാം ഉന്നതന്മാരായി. അതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ മറ്റുള്ളവരുമായി ചേരുമ്പോൾ അവൻ നന്നാകുകയല്ല, ഞാനും അവനും നന്നാകും. അങ്ങനെ ചേരാതിരിക്കുന്നതിൻ്റെ ഫലമായി രണ്ടുപേരും നന്നാകും. ഞാൻ എല്ലാവരും ഒരുപോലെ ചിന്തിക്കണം, ഒരുപോലെ ആലോചിക്കണം എന്ന് വിചാരിക്കുന്നതാണ്.
അത് നല്ലതാണ്. ദൈവം രണ്ട് മനുഷ്യരെ ഒരുപോലെ സൃഷ്ടിച്ചിട്ടുണ്ട്. ഒരു മരത്തെ രണ്ട് ഇലകൾ ഒരുപോലെ ഉണ്ട്. അപ്പൊ നമ്മുടെ അത്താനാശം തിരുമേനിയെ പോലെ ആയിരുന്നു എല്ലാവരും എങ്കിൽ തിരുമേനിയുടെ കാര്യം ഇത് കഷ്ടമായിരുന്നു. എന്നെ പോലെ ആയിരുന്നു എല്ലാവരും എങ്കിൽ എല്ലാവരുടെയും കാര്യം ഇത് കഷ്ടമായിരുന്നു. വ്യത്യസ്തത നമുക്ക് ആവശ്യം, ഭിന്നത പാടും. വ്യത്യസ്തത ശക്തീകരിക്കും, ഭിന്നത നശിക്കും. ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവുകളാണ്. ഇന്നത്തെ പ്രസംഗം കേട്ടപ്പോൾ എനിക്കുള്ളൊരു പ്രധാന കഴിവ് നിങ്ങൾ പറഞ്ഞു. ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് ആളുകളെ ധരിപ്പിക്കാനുള്ളതായ എൻ്റെ വലിയ വിജയകരമായ കഴിവിനെ പറ്റി ആരും തന്നെ ഒന്നും പറഞ്ഞു. ഇത് എന്താണത്? മറ്റൊരാൾ ഉയർന്നു, നീ കൊള്ളരുതാത്തവന്, നിനക്കറിവില്ല ജ്ഞാനമില്ല എന്ന് പറഞ്ഞ് തട്ടിക്കളയാ. നിനക്ക് ഉയരാം, നീ വലിയവനാകും, നിനക്കും വലിയ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ മറ്റുള്ളവൻ വളരുമ്പോഴാണ് നമ്മൾ വളരുന്നത്. നമ്മുടെ വളർച്ച മറ്റുള്ളവരുടെ വളർച്ച ആശ്രയിക്കും. നമുക്ക് പലർക്കും നമുക്കറിയാം, മറ്റുള്ളവർക്ക് അറിയാൻ പാടില്ല. ഇതാണ് നമ്മുടെ സർ സി വി റാം. ഞാൻ ബാംഗ്ലൂരിൽ പഠിക്കുമ്പോൾ അദ്ദേഹം അവിടെ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ചെയ്തു. എനിക്ക് അദ്ദേഹത്തെ കണ്ടൊന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നില്ല. അദ്ദേഹത്തെ കീഴിൽ പഠിക്കുന്ന എൻ്റെ ഒരു സ്നേഹിതനോട് ഞാൻ പറഞ്ഞു, ഒന്നും ഇതൊന്ന് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, പ്രൊഫസർ രാമസ്വാമി. ഞാനവിടെ ചെന്നു. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ ഹിസ്റ്ററിയൊക്കെ പഠിച്ച ആളാണ്, സയൻസ് ഒന്നും പഠിച്ചത്. അതുകൊണ്ട് സാറിൻ്റെ ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, അതിനുള്ള കൽപ്പമില്ല. എൻ്റെ തന്നെ ഈ കൂട്ടുകാരൻ തന്നെ മുഴുവൻ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. എനിക്ക് സാറിൻ്റെ നോബൽ പ്രൈസിന് കിട്ടിയ റാമൻസ് ഇഫക്റ്റ് എന്ന് പറയുന്ന അതിനെ പറ്റി 4 കാര്യം പറഞ്ഞു, 4 വാചകം പറഞ്ഞു. അത് മതി. എനിക്ക് എൻ്റെ ഗ്രാമത്തിൻ്റെ പിന്നെ പറയണം. ഞാൻ സർ സി വി രാമനുമായി ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, പിന്നെ ഞാൻ പോണ്ടാനുള്ള പറയാൻ. അപ്പോൾ അങ്ങനെ ഒന്ന് പറയാനാ സാറിന് സഹായിക്കും. അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ഫാദർ, ഐ വാണ്ട് to help you, but I am very sorry I can't. I am still a student of light, so I don't know what light is. എന്നാൽ ഫാദറിന് വലിയ താല്പര്യമുണ്ട് ഞാൻ സഹായം ചെയ്യും. നാളെ വൈകിട്ട് 6 മണിക്ക് എൻ്റെ വീട്ടിൽ വരാമെങ്കിൽ ഇതറിയാവുന്ന ഒരാളിനെ ഞാൻ അവിടെ കൊണ്ടുവരും. അദ്ദേഹം ഫാദറിനെ പറയും. ഞാൻ പറഞ്ഞു, അത് മതി, ഞാൻ വരാം. പിറ്റേ ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 4 മണിക്ക് ചെന്നു. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി നല്ല ഉടുപ്പൊക്കെ ഇട്ട് വന്ന് അവിടെ ആ പൂമുഖത്തിരിക്കുന്ന ആ നിലവിളക്ക് കത്തിച്ചു. കത്തിച്ചേക്ക് പറഞ്ഞു, ദീപം ദീപം ദീപം. ഉണ്ടോ? She knows what it is, that it is light. I don't know what light is. ഞാൻ പറഞ്ഞ സാറേ, ഇപ്പോൾ എനിക്കും വേണേ നോബൽ പ്രൈസ് തരും, അതുപോലെ ഞാൻ പഠിച്ചു കഴിഞ്ഞ സാറേ. കാരണം സാറ് പറഞ്ഞു, അറിയാമെന്ന് വിചാരിച്ചാൽ അറിവുകേടിൻ്റെ അങ്ങേയറ്റമാണ്. അറിഞ്ഞുകൂടെ നിന്നെ ഞാൻ അറിയുമെന്നൊക്കെ പറയുന്നത് സൂത്രമാണ്, അറിയത്തില്ല. ഇതാണ് ദൈവത്തെ ഞാൻ
അതിനെ നിഷേധിക്കാനല്ല ശ്രമിക്കുക. അതിൻ്റെ അബദ്ധം കാണാൻ, അതിൻ്റെ സുബോധം കാണാനായിട്ടുള്ള കഴിവുണ്ട്. പിന്നീട് ഒരു കാര്യം, ദൈവം സൃഷ്ടിച്ചതിൽ ഒരു കുഴപ്പമുള്ള ഒന്നിനെ സൃഷ്ടിക്കുന്നില്ല. ഉണ്ടോ? നമ്മളിന്ന് ഇവിടെ ഈ നമുക്ക് കുറിയന്നൂര് KV അല്ല MCRD എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഒരു സമയത്ത് നമ്മുടെ സക്രിയാസിന് അതിൻ്റെ ചുമതലയിലായിരുന്നു. എന്തുകൊണ്ടാക്കിയെന്ന് എനിക്ക് കൂട്ടം അറിയാൻ വയ്യ. അത് അവരുടെ ഒരു പ്രത്യേക മീറ്റിങ്ങിന് ഞാൻ പോയി. ഞാൻ തിരുമേനേക്കാൾ മുമ്പേ അവിടെ ചെന്നു. തിരുമേനി വെള്ളയിൽ മുമ്പാൻ ചെന്നു. അവരൊക്കെ വന്നു, എന്നെ കണ്ടു, കൈമുട്ടിയൊക്കെ കഴിഞ്ഞങ്ങ് പോയി. തിരുമേനി വന്നപ്പോൾ അവരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടി കെട്ടിപ്പിടിക്കുന്നു, കയ്യെ പിടിക്കുന്നു, കൊടുത്ത് നടക്കുന്നു, ഉമ്മ കൊടുക്കുന്നു. അപ്പോൾ ഞാൻ അവിടെ എന്നോട് തിരുമയോ എൻ്റെ ഉള്ളിൽ സ്വല്പം അസൂയുണ്ട്. അന്ന് സ്വല്പമേ ഉണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ. എന്നാലും ഞാൻ തിരുമേനി ഞാൻ പറഞ്ഞു, തിരുമേനി ഇത് പറ്റിയ പണിയല്ല. അവിടെ പെൺപിള്ളാരെല്ലാം വന്ന് കെട്ടിപ്പിടിക്കുകയും ഉമ്മ ചെയ്യുകയാണ് പരസ്യമായിട്ടുള്ളത്. സഭയിലെ സഭകൾ മെത്രാപോലിത്താനുള്ള നിലയിൽ മെത്രാപോലിത്തുള്ള പറയാതിരിക്കാൻ എനിക്ക് സാധിക്കുന്നതല്ല. ഒന്നിൽ നിർത്തണം, അല്ലേ ഞാൻ പറയുന്നു. പിന്നെ സക്രിയാസിന്മേൽ പറയും, അവരങ്ങനെ എപ്പോഴും ഇന്നത്തെ അല്ലേ എപ്പോഴും അങ്ങനെ. അദ്ദേഹം പറഞ്ഞതന്നെ, എന്നെ കണ്ടപ്പോൾ ഒരു കൈമുട്ടുകൊണ്ട് അവസാൻ അവരെ കണ്ടപ്പോൾ വിട്ടുമാറാൻ അവർക്ക് താല്പര്യം. ആ കുട്ടികൾ ദൈവത്തിൻ്റെ ഒരംശം സക്രിയാസിന്മേൽ കാണും. എന്നിൽ മനുഷ്യന്റെ എല്ലാ അംശവും കാണും. നമുക്ക് മറ്റു മനുഷ്യനിലുള്ള ദൈവത്തെ കാണാൻ സാധിക്കും. നമ്മളിലുള്ള ദൈവത്തെ കൊണ്ട് മറ്റു മനുഷ്യനിലുള്ള ദൈവത്തെ കാണാൻ സാധിക്കും. ഇന്നിവിടെ നടന്നതെല്ലാം അതാ. ഈ പറഞ്ഞ എല്ലാവർക്കും അറിയാം, അവരൊക്കെ ആൾക്കാർ മോശക്കാരനാണ് ഞാനെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ നമ്മൾ മോശമെന്ന് വിചാരിക്കുന്ന ആളുകൾ നമ്മൾ ഓരോരും വിചാരിക്കുന്ന ഈശ്വരന്റെ അംശവും പ്രവർത്തനവും അത് കാണാൻ ഇത് ഇവരിവിടെ പറഞ്ഞു പിടിപ്പിച്ചതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായ. അന്നേരം ഉറങ്ങിയവർ പോയിട്ട് ഞാൻ പറയുക, അവര് പറഞ്ഞു മറ്റു പലരും 50-30 കൊണ്ടൊക്കെ കാര്യം സാധിച്ചു പോയി. ദൈവം 95 വർഷം നോക്കിയിട്ട് ഇയാളെ അങ്ങോട്ട് തിരുപ്പെടുത്തി കിട്ടുന്നില്ല. അതാണ് പറഞ്ഞത്. എന്തെല്ലാം പണികളാണ് ദൈവം നോക്കി. 95 വർഷം അത്താനാശ്വരൊക്കെ എത്ര വേഗം ഇതിനേക്കാൾ സാക്ഷ്യപ്പെട്ടു. എന്നെ 95 വർഷം നോക്കിയിട്ടും അവിടെ കൊണ്ടുപോകാൻ പറ്റി. എന്നാൽ ആ ദൈവം എന്നെ കൈവിട്ടു. ഇതുപോലെ എന്നെ പറ്റി ഇത്രയും വലിയൊരു യോഗത്തിൽ ഇപ്പോഴും സുബോധമുള്ള ആളുകൾ, ഞാനും പറ്റി പറഞ്ഞ സാധനമില്ല, ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നതിൽ സുബോധമില്ലാത്ത നടുക്കുള്ള ആളെന്നല്ലാതെ മറ്റാരെല്ലാവർക്കും അങ്ങനെയുള്ള ഇത് നമ്മൾ മറ്റുള്ളവരാക്കി തീർക്കും. എനിക്ക് ഇതിൻ്റെ രഹസ്യം എൻ്റെ സ്വന്തം എൻ്റെ ജനങ്ങൾ അത് മാത്രമാക്കാൻ മാത്രമാണെന്ന് പറയുന്നത്. നാം
ജനങ്ങളെ സ്നേഹിക്കുമ്പോൾ ജനങ്ങളിലുള്ള നന്മ നമ്മിലേക്ക് പോയി. ഇന്ന് കേരളത്തിൻ്റെ ആവശ്യം അതാണ്. യാക്കോബ സഭയും ഓർത്തഡോക്സ് സഭയോട് യോജിക്കുന്നത് വരെ എന്നെ ഇവിടെ വെച്ചേക്കണമെന്ന് പറഞ്ഞു. എന്താ ഉദ്ദേശിച്ചാന്ന് എനിക്കറിയാം. അവിടെ എനിക്കറിഞ്ഞു എന്താണ് അതിൻ്റെ അതൊരു കാര്യം. ഞങ്ങൾ ഇന്ന് ഭിന്നിച്ചിരിക്കും. ഞങ്ങൾ ഭിന്നിച്ചിരിക്കാനുള്ളവർ. ഞങ്ങൾ ഇന്ന് അവരുടെ അവഗണിക്കും. ഇന്ന് പോലെ അല്ല ഞങ്ങൾ നാളെ ഇരിക്കാനും വലിയൊരു സംഗതിയാണ്. നാളെ ആയിരിക്കും ഇന്നിൻ്റെ ആവശ്യം മറ്റായിരിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയും. ഇന്ന് കേരളത്തിൽ എത്ര ആളുകൾ ഭക്ഷണം വരും, എത്ര ആളുകൾ വീടില്ലാതെ, എത്ര ആളുകൾക്ക് വിദ്യാഭ്യാസമില്ല. അങ്ങനെ പല ചികിത്സകളിൽ ആശുപത്രി വർദ്ധിക്കുന്നുണ്ട്, ചികിത്സകൾ കുറയും. ഇതിനെന്താ പരിഹാരം? ദൈവം മനുഷ്യനെ സ്നേഹിക്കുന്നത് പോലെ മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കാൻ പഠിക്കും. ആ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവ സൃഷ്ടിയായിരിക്കുക മനുഷ്യനെ സ്നേഹിക്കുക. മറ്റ് മനുഷ്യൻ നമുക്കറിയാം. ഇന്ന് നമ്മൾ അനന്തരനും താണവരിനൊക്കെ പറഞ്ഞാൽ തള്ളുന്നവരിലാണ് അയ്യങ്കാളിയൊക്കെ ഉള്ളത്. അങ്ങനെയുള്ള അനേക അയ്യങ്കാളികൾ മരിക്കുക. അയ്യങ്കാളി എങ്ങനെയായിരുന്നു? എന്നാൽ തലവാനുള്ള പല ആളുകൾ അവർക്ക് ഒരു സംഭാവനയും ചെയ്യാൻ സൗകര്യമില്ലെന്ന് മരിക്കുക. അതിന് കൊലപാതകമെന്ന് പറയാമെന്നാണ് ജയപ്രകാശ് എന്നോട് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, ബീഹാറിലൊരു വലിയ ക്ഷാമമുണ്ട്. കുറേ ആളുകൾ മരിച്ചു, 10 പേര് മരിച്ചിട്ടില്ല. എന്നാൽ അവർ മരിക്കുന്നതിന് മുമ്പ് മരിക്കും. അതിനാണ് കൊലപാതകം. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ബിഷപ്പ് ഞാനും ബീഹാറിൽ കൊലപാതകം നടത്തുന്നവരാണ്. നമ്മൾ സമ്മതിക്കുമോ? കുറച്ച് കൊലപാതകങ്ങൾ കൂടി ക്രിസ്വാസം തിരുമേനി മാറുക നല്ലതാണെന്ന് പറഞ്ഞു. നാളത്തെ പത്രത്തിൽ വന്ന് എന്നെ പറ്റിയുള്ള പൊതുജന അഭിപ്രായം തന്നെ. എന്റെ പ്രവർത്തനത്തിന്റെ ഫലം മറ്റുള്ളവരുടെ മേലെന്താണെന്ന് ആലോചിക്കാതെ ചെയ്യുക. ഇത് വളരെ ആവശ്യം. അങ്ങനെ പറയുന്ന ഞാനങ്ങനെ ചെയ്യുന്നയാളാണ്. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കുന്ന ദിവസത്തോളം ദൈവമേ ഇതിൻ്റെ ഫലം മനസ്സിലാക്കി ചെയ്യുവാൻ എന്നെ പഠിപ്പിക്കണമേ. എനിക്ക്